ഹലോ ഹായ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സ്ട്രെങ്ത് കേട്ടോ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറി കേട്ടോ. ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഡെലിവറി നടന്ന കാര്യങ്ങളും ആ ദിവസത്തെ കാര്യങ്ങളും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. ഡെലിവറി നടന്നത് എന്താണെന്ന് വെച്ചാൽ നവംബർ 24, 2024 കേട്ടോ നടന്നത്. ഇപ്പം മോൾക്ക് 1 വയസ്സായിട്ടുണ്ട്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സബീൻ ഹോസ്പിറ്റലാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പ്ലേലിസ്റ്റിൽ വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അതായത് പ്രഗ്നൻ്റ് ആകാത്ത ആൾക്കാരാണെങ്കിൽ ഇതുവരെ ആയിട്ടില്ലെങ്കിൽ ഒന്ന് എൻ്റെ വീഡിയോസൊക്കെ കാണും, നല്ല മോട്ടിവേഷൻ കിട്ടും കേട്ടോ. അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം, നവംബർ 24 ആണ് ഡെലിവറി നടന്നത്. എനിക്ക് BP കൂടിയിട്ടാണ് ഡെലിവറി കുറച്ച് നേരത്തെ ആയിരുന്നു. അത് ഒരു 36 വീക്സ് ആയപ്പോഴത്തേന് ഡെലിവറി നടന്നായിരുന്നു കേട്ടോ. BP കൂടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഡെലിവറി നടത്തിയത്. കാരണം എനിക്ക് നല്ല ടെൻഷനായിരുന്നു. പ്രഗ്നൻ്റ് ആയ സമയത്തൊന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഈ സബീൻ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ അവർ എന്നെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറ്റും ഒക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. റെസ്റ്റ് ആയിരുന്നു, ഡയറ്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ മാസം തൊട്ട് 9-ാം മാസം വരെ എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോയി. പക്ഷെ ഡെലിവറി ടൈം ഞാൻ കുറേ പാടുപെട്ടു. കാരണം എൻ്റെ സെക്ഷൻ ആയിരുന്നു. എനിക്ക് BP കൂടിയോണ്ടാണല്ലോ നേരത്തെ അഡ്മിറ്റ് ആയത്. ആ BP ആണ് വില്ലൻ കേട്ടോ. കാരണം എൻ്റെ മോളുണ്ടായത് 11:34 ആയപ്പോഴാണ്, രാവിലെയാണ് ഉണ്ടായത് കേട്ടോ. അപ്പം നമുക്ക് തലേന്ന് തൊട്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താകും, കാരണം നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു അമ്മയാവാൻ പോകുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഈ സെക്ഷനും നോർമൽ ഡെലിവറിയൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മളോട് മറ്റുള്ളവർ ചോദിക്കും, എന്തിനാ നീയൊക്കെ പേടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇത് എത്ര കണ്ടതാ എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ അവരത് കണ്ടതായിരിക്കും, കാരണം അവരത് ഫേസ് ചെയ്തായിരിക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു കുട്ടി ഉണ്ടാവുന്നതും, അതുപോലെ കുട്ടീനെ നോക്കുന്നതും, കുട്ടിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ നോർമൽ ഡെലിവറിയും ഒക്കെ, ഡെലിവറി പെയിന്, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ മറ്റുള്ളവർക്ക് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം എപ്പോഴും ഞാനിങ്ങനെ കേൾക്കുന്ന കുറേ വാക്കുകളാണ്. ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ നമ്മളോട് പറയത്തില്ല, ഓ ഇതൊക്കെയാണോ എന്നൊക്കെ ചോദിക്കത്തില്ലേ. അതായത് ഇത് ഇത്രയും പോലും വേദന സഹിക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ. അല്ല ഞങ്ങളിത് എത്ര സഹിച്ചതാ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം പക്ഷേ അത് അവർക്ക് അങ്ങനെ ആയിരിക്കും. നമ്മളിതൊക്കെ പുതിയതാണ് നമുക്ക്. അപ്പം ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് നമ്മളൊരു അമ്മയാകാൻ പോകുമ്പം, അല്ലെങ്കിൽ ഡെലിവറിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ നമുക്കിതെല്ലാം പുതിയ കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം തലേന്നൊക്കെ നല്ല ടെൻഷനായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ പിറ്റേ ദിവസം ആയപ്പോഴത്തേന് നമുക്ക് ഇന്ന് ഒരു 4:30 ആകുമ്പോഴാണ് തോന്നുന്നു ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാം. അതായത് കട്ടൻ ചായയും ബണ്ണും കഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഫുഡേ കഴിക്കുന്നില്ല. പിന്നെ നമ്മൾ അവരുടെ കോസ്റ്റ്യൂമൊക്കെയാണല്ലോ ഇടുന്നത്. അതായത് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പം അവരുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇടുമ്പം തന്നെ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ടെൻഷനായിരുന്നു. എന്തായാലും കയറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു ബേബി ഗേളാ ആണെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ആ ഒരു മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 5 വർഷമായിട്ട് കാത്തിരുന്നൊരു ഇതായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൂമെൻ്റ് ആയിരുന്നു ഇത്. അപ്പം അവളിങ്ങനെ കരയുന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്കങ്ങ് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല. കാരണം എനിക്ക് നമ്മുടെ ഇത്രയും താഴോട്ടല്ലേ മരയ്ക്കുന്നുള്ളൂ. മുകളിലോട്ട് നമുക്ക് അനസ്തേഷ്യയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് ബോധമുണ്ടല്ലോ. അപ്പം ഫുള്ളല്ല നമ്മളെ മയക്കിയിരിക്കുന്ന കേട്ടോ. ഞാൻ ആദ്യമൊക്കെ തെറ്റിദ്ധരിച്ചായിരുന്നു ഫുള്ളാണെന്ന്. പക്ഷെ അല്ല, നമ്മൾ താഴോട്ട് നമ്മൾ അനസ്തേഷ്യ കൊടുത്തിരിക്കുമ്പോൾ നമ്മളൊന്നും അറിയില്ല, മരച്ചിരിക്കും. പക്ഷെ നമുക്ക് ബോധമുണ്ട്, കാണാം, നമുക്ക് കേൾക്കാം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡോക്ടർ ഇന്നിങ്ങനെ മറച്ചിട്ടേക്ക് പോയാൽ നമുക്കൊന്നും കാണത്തില്ലല്ലോ അവർ ചെയ്യുന്നൊന്നും. അത് കഴിഞ്ഞിട്ട് എന്നോട് ഡോക്ടർ ആ പറയുന്ന വാക്ക് ബേബി ഗേളാന്ന് പറയുന്നതും, പിന്നെ അവളിങ്ങനെ ഒരു ട്രേക്കകത്തേക്ക് കുട്ടീനെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഞാൻ അതോടുകൂടി ആ എടുത്ത ടൈമിൽ തന്നെ എന്നെ കാണിച്ചായിരുന്നു ഡോക്ടർ കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയണമെന്നാണ്, നമ്മൾ അത്ര നാളും കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ടായിരുന്നു അത് കേട്ടോ. ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവരെ എത്രയും പെട്ടെന്ന് ഡോക്ടർ ഇത് പറയണം. കാരണം ഹസ്ബൻഡും വീട്ടുകാരും ഒക്കെ കേൾക്കണം.
അതായത് അവരുടെ കാര്യം എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു കേട്ടോ. കാരണം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യമാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ ഒബ്സർവേഷനിലേക്ക് മാറ്റി കേട്ടോ. പക്ഷെ എനിക്കപ്പം നല്ലതായിട്ട് വിറയലായിരുന്നു, ഭയങ്കരമായിട്ട് ഷിവറിങ് ആയിരുന്നു. പിന്നെ ഒന്നും കഴിക്കുന്നുമില്ല, ഒരു വെള്ളം പോലും അവർ തരത്തില്ല ആദ്യമൊന്നും. കുറേ കഴിഞ്ഞിട്ട് ആ വെള്ളമൊക്കെ തന്നു കേട്ടോ. കാരണം നമ്മൾ ആ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം തന്നെ 1 മണിയൊക്കെ ആയി, ഉച്ചയായി. വെളുപ്പിനെ 4:30ക്കാണ് ഒരു മണ്ണും ചായയും കഴിക്കുന്നത്. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഈ വേദന, അയ്യോ വേദന അസഹനീയമായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ. എന്നിട്ട് കുറേ നേരം ഒബ്സർവേഷനിലിരുന്നു. പിന്നെ റൂമിലേക്കൊക്കെ മാറ്റി. പിന്നെ കുറേ വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ആയിട്ട് തിരക്കുണ്ടായിരുന്നു. റൂമിലാണെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കാണെങ്കിൽ റിലേ പോയി കിടക്കുമായിരുന്നു. കാരണം ഓൾറെഡി എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. കുട്ടീനെയും എന്നെയും കൂടെ ഒരുമിച്ചല്ലായിരുന്നു. കാരണം എൻ്റെ കട്ടിലെന്ന് പറഞ്ഞാൽ ചെറിയ കട്ടിലായിരുന്നു കേട്ടോ. എൻ്റെ അപ്പുറത്തെ കട്ടിലായിരുന്നു കൊച്ചിനെ കിടത്തിയിരിക്കുന്നത്. കൊച്ചിനെ സെപ്പറേറ്റ് മറ്റേ ഇതിൻ്റെ അകത്തായിരുന്നു, ബെഡിൻ്റെ അകത്തൊക്കെ ആക്കി അവർ വെച്ചത്. കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു, അപ്പോൾ ഇടയില്ലായിരുന്നു. കാര്യം എനിക്ക് കൊച്ചിനെ ആദ്യമൊക്കെ നോക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് പെയിൻ ആയിരുന്നു. പിന്നെ എൻ്റെ BP പെട്ടെന്ന് കൂടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ BP കൂടിക്കഴിയുമ്പോൾ നമുക്ക് വേറെ ലെവലാണ്. ഭയങ്കരമായിട്ട് ശരീരത്തിൽ ചൂടായിട്ട് തോന്നും. ഭയങ്കര ഒരു ഇതായിരുന്നു, നമുക്കൊരു വെപ്രാളോ എന്തൊക്കെയോ പോലൊക്കെ നമുക്ക് തോന്നും, പരവേശമോ. എനിക്കങ്ങനെ BP കൂടിയിട്ട് ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഡോക്ടേഴ്സൊക്കെ നമ്മളോട് നല്ല കോപ്പറേഷൻ ആട്ടോ. കാരണം വെച്ചാൽ അവരൊക്കെ നല്ല രീതിയിൽ നമ്മൾ പറയുന്നൊക്കെ കേൾക്കും. അങ്ങനെ നല്ല സപ്പോർട്ടിങ് ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഓരോ തവണയും ഡോക്ടറോട് പറയുന്നത് പെയിൻ കില്ലർ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് വേദന ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ കാരണം ഇതിന് മുമ്പ് ഞാൻ ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും എനിക്കറിയാമായിരുന്നു, അത്രയൊക്കെ ഞാൻ കുറേ അനുഭവിച്ചതായതുകൊണ്ട് എനിക്ക് ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് നടക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു ഫസ്റ്റ്. ഇനി ഈ ടൈമിൽ എനിക്ക് പ്രഗ്നൻസിയുടെ സമയത്തും ആദ്യം ഇച്ചിരി കഷ്ടപ്പെട്ടു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് നടപ്പെന്ന് പറയുന്നത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ BP ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാതിരുന്നൊരു കാര്യം. BP കൂടി ആകെ വയ്യാണ്ടായിരുന്നു കേട്ടോ. ഇത്രയും നാളും ഞാൻ അനുഭവിച്ചതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ഡെലിവറി എന്ന് പറയുന്നത്. പക്ഷെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ 3 മാസം റെസ്റ്റ് ആണല്ലോ. അപ്പോഴാണെങ്കിൽ ആൾക്കാരെല്ലാം നമ്മളെ കാണാൻ വരും, അതും ഇതൊക്കെ പറയും, അഭിപ്രായങ്ങളാവും. അതൊക്കെയാണ് നമുക്ക് സഹിക്കാൻ പറ്റില്ലാത്തൊരു കാര്യം. ഇവർക്കൊക്കെ മിണ്ടാതിരുന്നൂടെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്നെങ്കിൽ ആൾക്കാർ പറയും, കൊച്ചിനെ കാണുമ്പോൾ ആൾക്കാർ പറയുന്നതാണ് അവരെ പോലാണ് ഇവരെ പോലാണ് എന്നൊക്കെ ആയിരിക്കും ഫസ്റ്റ് ഇവരുടെ ഇത്. പിന്നെയെന്ന് പറയുന്നത് പാലിൻ്റെ കേസായിരിക്കും. ബ്രസ്റ്റ് മിൽക്ക് കുറഞ്ഞ പ്രശ്നമാണ്. അല്ലെങ്കിൽ പാലൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ, ടൈം എടുക്കും പാലൊക്കെ ആയി വരാം. നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക ഒക്കെ ചെയ്താലേ നമുക്ക് പാലൊക്കെ വരത്തുള്ളൂ. അപ്പം അതിന് നമ്മൾ പിന്നെ മെൻ്റലി നമ്മളൊന്ന് ഓക്കെ ആയി വരണമല്ലോ. അതിനു മുമ്പേ ആൾക്കാർ പല ഒപ്പീനിയൻസും പറയും. അപ്പം നിങ്ങൾ അതൊന്നും ചെവിക്കൊള്ളാൻ നിൽക്കരുത്. ഡോക്ടേഴ്സ് എന്ത് പറയുന്നു അത് ഫോളോ ചെയ്യുക കേട്ടോ. കാരണം ബ്രസ്റ്റ് മിൽക്കൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ചെറുപയർ, അതുപോലെ ചെറിയ ഉള്ളി, ഉലുവ ഇതൊക്കെ നല്ലതാട്ടോ. ഞാനിതൊക്കെ ഒരുപാട് കഴിച്ച ആളാണ്. പിന്നെ പൊടിയൊക്കെ കിട്ടും കേട്ടോ. ഡോക്ടറിനോട് ചോദിച്ചാൽ മതി, നമുക്ക് പൊടിയൊക്കെ എഴുതി തരും പാലുണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ. അതുകൊണ്ട് നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമേ ഇല്ല കേട്ടോ. പിന്നെ കാരണം ഡോക്ടേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെയെന്ന് വെച്ചാൽ C-സെക്ഷൻ ആയതുകൊണ്ട് നമുക്കൊരു 45 days ഒക്കെ കഴിയണം ഭേദക്കുളിയും കാര്യങ്ങളൊക്കെ കഴിക്കുക ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ഞാൻ 45 ദിവസത്തിന് ശേഷമാണ് ചെയ്തത്. പക്ഷെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, കാര്യമായിട്ട് അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ഇത് ചെയ്തിട്ടില്ല, കുഴപ്പമില്ലായിരുന്നു. കുറേ നന്നായിട്ട് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ, പ്രഗ്നൻസി നടന്നു കഴിഞ്ഞ ആൾക്കാരെ നിങ്ങളെങ്കിൽ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ 3 മാസം മാത്രമേ റെസ്റ്റ് കിട്ടത്തുള്ളൂ. അതിനുശേഷം കുട്ടി ഒന്ന് കമലാനൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മൾ കുട്ടിയുടെ പുറകെയായിരിക്കും ഫുൾ ടൈം. അപ്പോൾ നമുക്ക് റെസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. നന്നായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം പിന്നെ നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം, ഉറക്കം വേണം. കിട്ടുന്ന സമയം നിങ്ങൾ ഉറങ്ങണം. അതായത് 2 മണിക്കൂർ വെച്ച് നമ്മൾ പാല് കൊടുക്കുമ്പം ആ 2 മണിക്കൂർ ഗ്യാപ്പ് നമുക്ക് കിട്ടുമല്ലോ. ആ ടൈമിലൊക്കെ ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. കാരണം വൈകുന്നേരം ഒന്നും നമുക്ക് രാത്രിയിലൊന്നും ഉറക്കവേ നടക്കത്തില്ലായിരുന്നു. അപ്പം നേരത്തെ കിട്ടുന്ന ടൈം നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് നമ്മുടെ ഹെൽത്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. കാരണം നമ്മൾ എന്തായാലും നമ്മുടെ കുട്ടീനെ നോക്കും.
പക്ഷെ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ നമ്മളെ നോക്കാനായിട്ട്. കാരണം ആദ്യത്തെ 3 മാസമൊക്കെ പേരൻസ് നന്നായിട്ട് നമ്മളെ നോക്കും. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കൊക്കെ വരും. പിന്നെ അവിടെ നമുക്ക് ഒരുപാട് ജോലികളും തിരക്കുകളും ഒക്കെ ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാനായിട്ട് ഒരു ടൈമും കിട്ടത്തില്ല. പിന്നെ കുട്ടി ഇച്ചിരി ഒരു 4 മാസം 5 മാസമൊക്കെ ആയിട്ട് ആകും. അപ്പോഴും നമ്മൾ കുട്ടിയുടെ പുറകെയുള്ള ഓട്ടമായിരിക്കും. നമുക്കിതുപോലെ കുട്ടി കറക്റ്റ് സമയത്തൊന്നും ഉറങ്ങത്തില്ല, പകൽ ഉറക്കം കുറവായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് കിടക്കാൻ പറ്റത്തില്ല. അങ്ങനെ പല പല ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഉള്ള ടൈമിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്യണം കേട്ടോ. കാരണം ആദ്യമൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. പിന്നെ ഇവിടെ ഒരു 6 months ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് 3 മാസം വരെ അത്യാവശ്യം ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്തായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് അങ്ങോട്ട് പറ്റിയിട്ടില്ലായിരുന്നില്ല. കാരണം ഇവള് കുറച്ചും കൂടെ ആയപ്പോഴത്തേന് ഇവളുടെ പുറകെയുള്ള നടപ്പ്. പിന്നെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഫാമിലി നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. 2 വീട്ടിലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവരാണെങ്കിൽ കിട്ടുന്ന സമയം അവരവരുടെ ഉറക്കം, ഫുഡ് ഒക്കെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് വേണം പോകാൻ. കാരണം ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഹെൽത്ത് ഓരോ ടൈമിലും വീക്ക് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഭയങ്കരമായിട്ട് വീക്കാവും. നമുക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ബാക്ക് പെയിൻ വരും, കാലിന് വേദന വരും, അങ്ങനെ പല പ്രോബ്ലംസും വരും. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ടും പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 6 months ഒക്കെ ഇവളായി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ ഒക്കെ. കാരണം ഏത് നേരം ഇരിക്കണം, നമ്മൾ പായിട്ടിട്ടാണല്ലോ കുട്ടീനെ കിടത്തുന്നത്. അപ്പോൾ ഫുഡൊക്കെ ആണെങ്കിലും ഞാൻ പായുള്ളതുകൊണ്ട് അവിടെ ഇരുത്തിയൊക്കെ കൊടുക്കും. പിന്നെ എഴുന്നേൽക്കുമ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് വേദനയാണ് നടുവിനൊക്കെ. അപ്പം പിന്നെ ഇടയ്ക്കൊക്കെ ചൂടൊക്കെ പിടിക്കും. പിന്നെ അത് മാറി. ഈ അനസ്തേഷ്യ കൊടുത്തോണ്ടല്ല ഈ ബാക്ക് പെയിൻ വരുന്നത്. നമ്മുടെ മസിൽസൊക്കെ ഞാൻ ഇങ്ങനെ ഡോക്ടേഴ്സിന് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ കാര്യമാണ് മസിൽസൊക്കെ നമ്മുടെ പഴയ പോലെ ആകാനായിട്ട്. നമ്മുടെ ബോഡി ഒന്നാമത് വീക്കാണ് പ്രഗ്നൻസി ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോർമലായി വരണം. അതുകൊണ്ടൊക്കെയാണ് ഈ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ മസിലിനൊന്നും അത്രയ്ക്ക് പവറൊന്നുമില്ല, സ്ട്രെങ്ത് അല്ല നമ്മുടെ മസിൽസ് ഒന്നും. കാരണം പ്രഗ്നൻസി ടൈം എന്ന് പറഞ്ഞാൽ ബോഡി ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും. ബേബീസിൻ്റെ ബോഡി പോലാണെന്നാണ് പറയുന്നത് നമ്മുടെ ബോഡി. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും ബലിക്കുമെന്ന് ആൾക്കാർ പറയത്തില്ല. കാരണം 3 മാസത്തെ റെസ്റ്റിൻ്റെ ടൈമിൽ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കണം, ഉറങ്ങണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ആ ടൈമിൽ നമുക്ക് എടുക്കുന്ന ദേഹരക്ഷയാണ് നമ്മുടെ ലൈഫ് ത്രൂ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ടൈമിൽ നമ്മൾ മാക്സിമം റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നത്. നമ്മുടെ പേരൻസൊക്കെ പറയത്തില്ലേ, അതിൻ്റെ റീസൺ അതാണ്. അപ്പം മെയിനായിട്ട് നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെങ്തൻ വെക്കാനായിട്ടാണ് ഈ 3 months എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ. അത് നമ്മൾ വേണ്ട വിധം യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. ഞാൻ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേയൊന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ ആ ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ആർക്കെങ്കിലും അങ്ങനെ യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കണം കേട്ടോ. കുട്ടി ഉണ്ടെങ്കിലും നമ്മൾ നമ്മളെ നോക്കണം, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മളെ ആരും ഹെൽപ്പ് ചെയ്യണമെന്നില്ല. കുട്ടിയൊക്കെ ആയിക്കഴിയുമ്പോൾ എല്ലാവർക്കും ഇപ്പം ആദ്യമൊക്കെ നമ്മുടെ വീട്ടുകാരാണെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് നോക്കിയെന്നിരിക്കും. പക്ഷേ ഒരു കുട്ടിയൊക്കെ ആയിക്കഴിയുമ്പോൾ എല്ലാവർക്കും കുട്ടിയിലേക്കായിരിക്കും അറ്റൻഷൻ. നമ്മൾ കഴിച്ചോ കുടിച്ചോ എന്നൊന്നും ആരും നോക്കത്തില്ല. അപ്പം അത് നമ്മൾ തന്നെ ഒന്ന് വിചാരിക്കണം, നമ്മൾ തന്നെ നോക്കണം കേട്ടല്ലോ. നമ്മളായിരിക്കണം നമ്മുടെ മോട്ടിവേഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ഡെലിവറി സ്റ്റോറിയൊക്കെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, കുറച്ച് സാക്രിഫൈസും കുറച്ച് ഇമോഷണലി കുറച്ച് വീക്ക്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ മിക്സപ്പ് ആയിരുന്നു ഡെലിവറി സ്റ്റോറി കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ബൈ, ടേക്ക് കെയർ.